സജീവ ഗാലക്സി ന്യൂക്ലിയസുകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതും സമഗ്രവുമായ പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയായി AGN-നെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ ഈ പഠനം ഗാലക്സികളിലെ സജീവ ബ്ലാക്ക് ഹോളുകളുടെ സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നു. ഗാലക്സികളുടെ വലുപ്പമനുസരിച്ച് സജീവ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ടെന്ന് ഈ പഠനം വെളിപ്പെടുത്തുന്നു. പല മുൻ പഠനങ്ങളെക്കാളും കൂടുതൽ കുള്ളൻ ഗാലക്സികളിൽ ഡ്വാർഫ് ഗാലക്സീസ് സജീവ ഗാലക്സി ന്യൂക്ലിയസുകൾ സാധാരണമാണെന്ന് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ക്ഷീരപഥത്തിന് സമാനമായ വലിപ്പമുള്ള ഗാലക്സികളിൽ AGN പ്രവർത്തനത്തിന്റെ ഫ്രീക്വൻസിയിൽ വലിയ വർധനവുണ്ടെന്നും പഠനം വെളിപ്പെടുത്തുന്നു. ഗാലക്സികളിലെ സജീവ ബ്ലാക്ക് ഹോളുകളുടെ എണ്ണം മുൻപത്തേതിനേക്കാൾ കൂടുതലാണ് പുതിയ കണക്കുകൾ പ്രകാരം. മുൻപ് കണ്ടെത്തിയ 1000 കുള്ളൻ ഗാലക്സികളിലെ 10 സജീവ ബ്ലാക്ക് ഹോളുകൾ എന്നതിനേക്കാൾ പുതിയ കണക്കുകൾ പ്രകാരം 20 മുതൽ 50 വരെ സജീവ ബ്ലാക്ക് ഹോളുകൾ ഉണ്ട്. ഇടത്തരം വലിപ്പമുള്ള ഗാലക്സികളിൽ 16-27%ഉം വലിയ ഗാലക്സികളിൽ 20-48%ഉം AGN പ്രവർത്തനം കാണിക്കുന്നു. കുള്ളൻ ഗാലക്സികളിൽ നിന്ന് ഇടത്തരം ഗാലക്സികളിലേക്കുള്ള AGN പ്രവർത്തനത്തിലെ ഈ കുതിച്ചുചാട്ടം ഗാലക്സികളിൽ എന്തോ ഒരു പ്രധാന മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന സൂചന നൽകുന്നു. കുള്ളൻ ഗാലക്സികളും ഇടത്തരം ഗാലക്സികളും തമ്മിലുള്ള AGN പ്രവർത്തനത്തിലെ വലിയ വ്യത്യാസം ഗവേഷകർക്ക് ഒരു പുതിയ വഴിത്തിരിവാണ്. ചെറിയ ഗാലക്സികളിലെ AGN പൂർണ്ണമായി കണ്ടെത്താൻ മെച്ചപ്പെട്ട നിരീക്ഷണ രീതികൾ ആവശ്യമുണ്ടോ എന്നും ഗവേഷകർ സംശയിക്കുന്നു. ഈ പുതിയ പഠനത്തിനായി ഗവേഷകർ ആധുനിക വിശകലന രീതികളാണ് ഉപയോഗിച്ചത്. 8000-ത്തിലധികം സമീപ ഗാലക്സികളിലെ ബ്ലാക്ക് ഹോൾ പ്രവർത്തനം വീണ്ടും വിലയിരുത്തിക്കൊണ്ടാണ് ഈ പഠനം നടത്തിയത്. ഏറ്റവും മങ്ങിയ AGN പ്രവർത്തനങ്ങൾ പോലും കണ്ടെത്താൻ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് എക്സ്റേ ഡാറ്റ വിശകലനത്തിലെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചു. ബ്ലാക്ക് ഹോളുകൾ എങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെ വളരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ഈ കണ്ടെത്തലുകൾ ഒരു ശക്തമായ അടിത്തറ നൽകുന്നു. ഗാലക്സികളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നക്ഷത്ര രൂപീകരണത്തിന്റെ തിളക്കം ഒഴിവാക്കി ബ്ലാക്ക് ഹോൾ പ്രവർത്തനം കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. നക്ഷത്ര രൂപീകരണത്തിന്റെ തിളക്കം മറികടന്നപ്പോൾ കുള്ളൻ ഗാലക്സികളിലെ വലിയ ബ്ലാക്ക് ഹോളുകൾ കണ്ടെത്തി. നമ്മുടെ ക്ഷീരപഥം രൂപപ്പെട്ടത് ചെറിയ ഗാലക്സികൾ ലയിച്ചാണ്. ഈ ഫലങ്ങൾ ബ്ലാക്ക് ഹോളിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മോഡലുകൾ പരിശോധിക്കാൻ പ്രധാനമാണ്. പൂർണ്ണമായ നിരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ ഈ കണക്കുകൾ മാറാൻ സാധ്യതയുണ്ട്. മറ്റ് ഗവേഷകർക്ക് ഈ ഫലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ടീം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്.